നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്നത് വരെ ഇന്ത്യയുമായിട്ടൊരു സൗഹൃദമുണ്ടായിരുന്നില്ല. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ഇസ്രായേൽ ഔദ്യോഗികമായി സന്ദർശിക്കാറില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇസ്രായേലുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമായി ആ തെമ്മാടി രാഷ്ട്രവുമായിട്ട് സൗഹൃദം പുലർത്തി പ്രവർത്തിക്കുക, അതൊരു ഭാഗത്ത്. അതിനു പുറമെയാണ് ഇപ്പോൾ വെനസ്വേല കരീബിയൻ കടലിലെ ഒരു ചെറിയ രാജ്യമാണ്. കരീബിയൻ കടലിലാണ് 3 ഭാഗത്ത്. എന്ത് നിഷ്ഠൂരമായ കൃത്യമാണ് നടത്തിയത്. ആ വെനസ്വേലയുടെ പ്രസിഡന്റ് ആ രാജ്യത്തെ ഭരണം നടത്തുന്നതാണ്. അമേരിക്കയുടെ കപ്പൽപ്പട, അവരുടെ ആകാശ സൈന്യം എല്ലാം കൂടി ചാടി ഇറങ്ങി വെനസ്വേല ആക്രമിച്ച് വെനസ്വേലിയൻ പ്രസിഡന്റിനെ പിടിച്ചു. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്. കൈക്കും കാലിലും ചങ്ങലക്കിട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്ത് ചങ്ങലക്കിട്ടു. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ കൺവെൻഷൻ 7ാമത്തെ ആളായി മാറാൻ നമ്മുടെ സ്ഥാനാർത്ഥി വീണ്ടും എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യം. നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ വലിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷ ജനതയിലേക്ക് മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ആഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ ചിന്തിക്കാൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസനവും അതോടൊപ്പം സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിനുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കല്യാശ്ശേരി മണ്ഡലത്തിലെ